നാടക ചലച്ചിത്ര പുരസ്കാര ജേതാക്കളെ നാടകനാട് ആദരിച്ചു. പ്രകൃതി സൗന്ദര്യവും ആധുനിക നിർമ്മാണ ചാരുതയും ഒത്തുചേർന്ന പൂങ്കാവനം ഹോം സ്റ്റേയിലേക്ക് ഏവർക്കും സ്വാഗതം. ആലോചനകൾക്കോ ആഘോഷങ്ങൾക്കോ സ്വസ്ഥവും പ്രശാന്തവുമായ ഒരിടമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഏറ്റവും അനുയോജ്യമായ ഇടമാണ് ഈ പൂങ്കാവനം. പൂങ്കാവനം ഹോം സ്റ്റേ ചിന്മയ സ്കൂളിന് സമീപം, അന്നൂർ, പയ്യന്നൂർ. അന്നൂർ സഞ്ജയൻ സ്മാരക ഗ്രന്ഥാലയം നാടകനാട് സംഘടിപ്പിച്ച പരിപാടിയിൽ അന്നൂരിലെ നാടക ചലച്ചിത്ര പുരസ്കാര ജേതാക്കളെ ആദരിച്ചു. CK ഹരീന്ദ്രൻ സ്വാഗതവും ഗ്രന്ഥാലയം പ്രസിഡന്റ് VM ദാമോദരൻ മാസ്റ്റർ അധ്യക്ഷതയും വഹിച്ച ആദര സമ്മേളനം കേരള സംഗീത നാടക അക്കാദമി അംഗം രാജ്മോഹൻ നീലേശ്വരം ഉദ്ഘാടനം ചെയ്തു. KP കുഞ്ഞിരാമ പൊതുവാൾ രചിച്ച ഭാരതരഥം നാടകം വർത്തമാനകാലത്തേക്കുള്ള കരുത്തുറ്റ ശബ്ദമായിരുന്നുവെന്ന് രാജ്മോഹൻ നീലേശ്വരം അഭിപ്രായപ്പെട്ടു. ആധുനിക കാലം നേരിടുന്ന പ്രതിസന്ധികൾക്കുള്ള കാരണമായി ഭാരതരഥത്തിലെ സഞ്ജയൻ പറയുന്ന ഒരു സംഭാഷണം മാത്രം മതിയാവും എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇപ്പോഴും പറയും, എന്തിനാണ് അവൻ അതിലേക്ക് പോയത്, എന്തിനാണ് അവൻ ഇതിൽ പോയത്, ആ ഉണ്ണി എന്തിനാണ് അവസാനം ഉണ്ണി മടുത്ത് ഒന്നും പറയാൻ പറ്റില്ല. ജീവിതത്തിന്റെ പ്രാരബ്ധങ്ങൾക്കിടയിൽ നാടകം ഒരിക്കലും മടുക്കുന്നതല്ലോ, ഒരിക്കലും അല്ല. ജീവിക്കണം. അതിനെന്താണ് കിട്ടുന്നത്? ഒന്നുമില്ല. മെച്ചർ നാടകക്കാരനുമില്ല, പ്രൊഫഷണൽ നാടകക്കാരനും ഒന്നുമില്ല. വലിയ ദാരിദ്ര്യത്തിലാണ്. ലക്ഷങ്ങളും കോടികളൊക്കെ കൊടുത്തിട്ട് മറ്റ് പ്രോഗ്രാമുകളൊക്കെ വരുന്ന സമയത്ത് ഒരു പ്രൊഫഷണൽ നാടകത്തിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന നടന്മാർ എത്രയോ ആഴ്ചകളോളം വീട് വിട്ടിട്ട് തിരിച്ചു വീട്ടിലേക്ക് പോകുമ്പോൾ എന്താണ് ബാക്കിയെന്ന് ചോദിച്ചാൽ കണ്ണീരും വിയർപ്പ് മാത്രമാണ് ബാക്കിയെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ബാലേന്ദ്രൻ ചുള്ളിക്കാട് പറഞ്ഞത് സാഹിത്യത്തിന്റെ ഏറ്റവും ഉന്നതമായ രൂപമാണ് നാടകമെന്നും അതാണ് പരിപൂർണമായ കലയെന്നും അത് എഴുതാനാണ് ഏറ്റവും പ്രയാസമെന്നും ചിത്രകല മുതൽ എല്ലാം അതിലടങ്ങിയിരിക്കുന്നുവെന്നും മനുഷ്യൻ കണ്ടുപിടിച്ച ഏറ്റവും മഹത്തായ കലാരൂപം എന്ന് പറയുന്നത് നാടകമാണെന്നും പറഞ്ഞു. കേരള സംഗീത നാടക അക്കാദമി നാടക പ്രതിഭാ പുരസ്കാരം നേടിയ പയ്യന്നൂർ മുരളി, ഗുരുപൂജ പുരസ്കാരം നേടിയ പയ്യന്നൂർ ഉണ്ണികൃഷ്ണൻ, മികച്ച ചലച്ചിത്ര ഗ്രന്ഥത്തിനുള്ള പുരസ്കാരം നേടിയ P. പ്രേമചന്ദ്രൻ, മികച്ച അഭിനയത്തിലുള്ള പ്രത്യേക ജൂറി പുരസ്കാരം നേടിയ KC കൃഷ്ണൻ എന്നിവരാണ് ആദരം ഏറ്റുവാങ്ങിയത്. സന്ദർഭങ്ങൾ എന്ന പുസ്തകത്തിൽ MT അന്നൂർ, P. ബാലചന്ദ്രൻ, P. കമ്മാര പൊതുവാൾ എന്നിവർ ആദരഭാഷണം നടത്തി. പുരസ്കാര ജേതാക്കൾ ആദരവിന് നന്ദിയും പറഞ്ഞു. ചടങ്ങിന് K. ശിവപ്രസാദ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പ്രകൃതി സൗന്ദര്യവും ആധുനിക നിർമ്മാണ ചാരുതയും ഒത്തുചേർന്ന പൂങ്കാവനം ഹോം സ്റ്റേയിലേക്ക് ഏവർക്കും സ്വാഗതം. ആലോചനകൾക്കോ ആഘോഷങ്ങൾക്കോ സ്വസ്ഥവും പ്രശാന്തവുമായ ഒരിടമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഏറ്റവും അനുയോജ്യമായ ഇടമാണ് ഈ പൂങ്കാവനം. കുടുംബ സംഗമങ്ങൾ, ജന്മദിനാഘോഷങ്ങൾ, ഔദ്യോഗിക യോഗങ്ങൾ, കലാപ്രകടനങ്ങളുടെ റിഹേഴ്സലുകൾ, ക്യാമ്പ് ഫയർ, ക്രിയാത്മകമായ ചർച്ചകൾ, പരിമിത അംഗങ്ങൾക്കുള്ള ചലച്ചിത്ര പ്രദർശനങ്ങൾ തുടങ്ങിയവ സൗകര്യപ്രദമായി നടത്താവുന്ന അന്തരീക്ഷം ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. എല്ലാവിധ സൗകര്യങ്ങളോടെയും ശീതീകരിച്ച കിടപ്പുമുറിയും ഈ മട്ടുപ്പാവും നിങ്ങളുടെ സുഖകരമായ നിമിഷങ്ങൾക്കായി പ്രത്യേകം സജ്ജീകരിച്ചതാണ്. ഒത്തുചേരാൻ ഒരുങ്ങുമ്പോൾ ഇനി ഓർക്കുക പൂങ്കാവനം. ഞങ്ങളുടെ ഗൈഡഡ് ടൂറുകൾ ഉത്തര മലബാറിന്റെ പ്രകൃതി സൗന്ദര്യവും സാംസ്കാരിക ഗരിമയും അടുത്തറിയുവാനുള്ള അവസരമാണ്. പൂങ്കാവനം ഹോം സ്റ്റേ ചിന്മയ സ്കൂളിന് സമീപം, അന്നൂർ, പയ്യന്നൂർ. ബുക്കിംഗിനായി ബന്ധപ്പെടുക 9607575416 9447610737.